ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ. ആദ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ മെയിൻ സ്ക്വാഡിൽ ബേസ് ലെജൻഡിനെ കുറിച്ചുള്ള സ്റ്റാറ്റും റിവ്യൂവും എൻ്റെ ടീമിൽ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നതിനെ കുറിച്ച് പറയാനാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Audio Jungle. Audio Jungle. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം ഇതിൽ ബേസ് ലെജൻഡ് മാത്രമാണ് ഇട്ടേക്കുന്നത്. ഐക്കോണിക്കോ ഫീച്ചേർഡോ ആ ഒരു ബേസ് പ്ലേസോ ഒന്നുമില്ല. ബേസ് ഐക്കോണിക്. ഇപ്പം എൻ്റെ ഫോർമേഷൻ 2-3-1-4 ആണ്. 2 സെൻറ്റർ ഫോർവേഡും ഒരു അറ്റാക്കിംഗ് മിഡും ഒരു ഡിഫൻസീവ് മിഡും ലെഫ്റ്റ് മിഡും റൈറ്റ് മിഡും. ഇതാണ് എൻ്റെ ടീം. 2 സെൻറ്റർ ഫോർവേഡ് സബിലുണ്ട്, 2 സെക്കൻഡ് സ്ട്രൈക്കേഴ്സും, ഒരു CB, ഒരു സെൻറ്റർ മിഡും ഒരു ലെഫ്റ്റ് ബാക്കും. അപ്പോൾ നമ്മൾ ഓരോ പ്ലെയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഫസ്റ്റ് ഓവൻ, ഇംഗ്ലണ്ട് ലെജൻഡാണ് ഓവൻ. അടിപൊളി ഒരു കളിക്കാരനാണ്. നല്ല സ്പീഡി പ്ലെയറാണ്. നല്ല അത്യാവശ്യം ഫിനിഷിംഗ് ഉണ്ട്. ഒഫൻസീവ് അവെയർനെസ് 97 ആണ്. ബോൾ കൺട്രോൾ ഉണ്ട്, ഡ്രിബിളിംഗ് ഉണ്ട്, അത്യാവശ്യം അടിപൊളി ഫിനിഷിംഗ് ആണ്. 97 ആണ്. ആക്സലേഷന് സ്പീഡും ഉണ്ട്. കിക്കിംഗ് പവർ അത്യാവശ്യത്തിനുണ്ട്, അടിപൊളിയാണ്. 90 ജമ്പും ഉണ്ട്. കളിക്കാൻ ഗോൾ പൗച്ചറാണ്. മെയിനായിട്ട് ഞാൻ ഗോൾ പൗച്ചറിനെയാണ്. ഓരോ പ്ലെയറിന് ഓരോ സ്റ്റൈലുണ്ട്. എനിക്ക് ഗോൾ പൗച്ചറിനാണ് ഏറ്റവും ഇഷ്ടം. ഗോൾ അടിക്കാൻ കുറച്ചും കൂടെ ആകാംക്ഷയോടെ നിൽക്കും. ഈ വാൻ ബാസ്റ്റിൻ ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. ഇപ്പം കുറച്ച് വെയിറ്റ് ചെയ്ത് കുറച്ച് സെറ്റൊക്കെ ചെയ്താണ് വാൻ ബാസ്റ്റിൻ്റെ ഇത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഗോൾ പൗച്ചറാണ്. അടുത്ത ഗോൾ പൗച്ചറാണ് ടോറസ്. സ്പെയിൻ ഇതിഹാസമാണ്, സ്പെയിൻ താരമാണ്. പുള്ളിക്കാരനും നല്ല സ്പീഡി പ്ലെയറാണ്. പൊസിഷൻ ഗെയിം നല്ലതുണ്ട്. ഒഫൻസീവ് അവെയർനെസ്സും ബോൾ കൺട്രോളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഫിനിഷിംഗ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ സ്പീഡും ആക്സലേഷനുമാണ് അടിപൊളി. സ്പീഡ് 98ഉം ആക്സലേഷൻ 95ഉം. പുള്ളിക്കാരൻ ബാലൻസ് അത്യാവശ്യമുണ്ട്. ഫിസിക്കൽ കോൺടാക്റ്റ് നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അടിപൊളി സ്കില്ലൊക്കെ ഉണ്ട്. ഡബിൾ ടച്ചും പുള്ളിക്കാരൻ ഡബിൾ ടച്ചും ഗോൾ പൗച്ചറാണ്. സ്കോട്ടിഷ് സ്റ്റെപ്പ് 1 ബോൾ കൺട്രോൾ, ഹെഡിങ്, ചിപ്പ് ഷോട്ട്, ഫസ്റ്റ് ടൈം ഷൂട്ട് എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല പ്ലെയറാണ്, അടിപൊളി പ്ലെയറാണ്. അപ്പം ഇവർ രണ്ടുപേരുമാണ് എൻ്റെ മെയിൻ CFൽ ഞാൻ ഇട്ടേക്കുന്നത്. അക്രോബാറ്റിക് ഫിനിഷിംഗ് ഉണ്ട്. മെയിനായിട്ട് ഡബിൾ ടച്ച് ഉണ്ട്. അതാണ് മിക്ക പ്ലെയറിനും ആവശ്യം. സ്കില്ല് കാണിച്ച് ഫ്രണ്ടിലോട്ട് പോകാം. അടുത്തത് സീക്കോ. മെയിനായിട്ട് ഞാൻ AMF പ്രിഫർ ചെയ്യുന്നത് റൊണാൾഡീനിയോ ആണ്. നമ്പർ 10 ക്ലാസ്സിയാണ്. അതും സീക്കോ നമ്പർ 10 ക്ലാസ്സിയാണ്. പക്ഷേ എൻ്റെ റൊണാൾഡീനിയോ ഇല്ല, അതുകൊണ്ടാണ് സീക്കോനെ വെച്ചേക്കുന്നത്. നമ്പർ 10 ക്ലാസ്സിൽ കുറച്ചും കൂടെ സ്പേസ് കണ്ടെത്തി പാസ് കൊടുക്കും. സീക്കോൻ്റെ പ്രത്യേകത ബോൾ കൺട്രോൾ ഉണ്ട്, ഡ്രിബിളിംഗ് ഉണ്ട്, ടൈറ്റ് പൊസിഷനാണ്. അത്യാവശ്യം പാസ് കൊടുക്കും, ലോ പാസും ലിഫ്റ്റഡ് പാസും. പിന്നെ പ്ലേസ് കിക്കിങ് അടിപൊളിയാണ്. സ്പീഡ് കുറച്ച് കുഴപ്പമെങ്കിലും അടിപൊളിയാണ്. നല്ല ബാലൻസ് ഉണ്ട്. നല്ല രീതിയിൽ ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് സീക്കോയിന്. ടൈറ്റ് പൊസിഷനൊക്കെ ഉണ്ട്. ഡിഫൻസീവ് അവെയർനെസ് 89 ആണ്. സീക്കോ ചിപ്പിംഗ് ഷോട്ട്, ടിപ്പിംഗ് ഷോട്ട്, അക്രോബാറ്റിക് ഫിനിഷ്, ക്യാപ്റ്റൻസി നല്ല ക്യാപ്റ്റൻസിയാണ്. സീക്കോ നമ്പർ 10 ക്ലാസി പ്ലേയിങ് സ്റ്റൈലാണ്. പ്ലേയിങ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേ സ്റ്റൈല് ഇപ്പം മെസ്സിക്ക് ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഉണ്ട്. അപ്പോൾ ക്രിയേറ്റീവ് പ്ലേ മേക്കർ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ സ്പേസ് കണ്ടെത്തി കുറച്ചും കൂടെ പുറകെ നിന്ന് കളിക്കുന്നതാണ്. അടുത്തത് ലെഫ്റ്റ് മിഡ് നെഡ്വിഡാണ്. നെഡ്വിഡ് അടിപൊളിയാണ്. ബോക്സ് ടു ബോക്സ് പ്ലെയറാണ്. അടിപൊളി എന്ന് വെച്ചാൽ എൻ്റെ മെയിൻ സ്ക്വാഡിൽ ഞാൻ നെഡ്വിഡിനെ ഇട്ടിട്ടുണ്ട്. എൻ്റെ മെയിൻ സ്ക്വാഡിലെ ഫോർമേഷനും ഇതാണ്. നല്ല രീതി പാസും നല്ല 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 കിക്കിംഗ് പവറും സ്റ്റാമിനയും ഉണ്ട്. സ്റ്റാമിന 99 അടിപൊളിയായിട്ടാണ്. നെഡ്വിഡിൻ്റെ ഐക്കോണിക് കാർഡും അടിപൊളിയാണ്. ഒഫൻസീവ് അവെയർനെസ്സും നല്ല ഡ്രിബിളിങ്ങും എല്ലാം അത്യാവശ്യമുണ്ട്. ഡിപ്പിംഗ് ഷോട്ട്, റൈസിങ് ഷോട്ട്, അക്രോബാറ്റിക് ഫിനിഷിങ്, ത്രൂ പാസിങ്, ബോക്സ് ടു ബോക്സ് ആണ്. അടിപൊളിയാണ്. ഫ്രണ്ടിലും കളിക്കും, ബാക്ക് ഡിഫൻസിലും ഇറങ്ങി വരും. എല്ലായിടത്തും നെഡ്വിഡിനെ കാണാൻ പറ്റും. നെഡ്വിഡ് അടിപൊളി ഒരു പ്ലെയറാണ്. അടുത്തത് ബെക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ബെക്കാമിൻ്റെ കാർഡിൻ്റെ ക്രോസ് സ്പെഷ്യലിസ്റ്റാണ്. അടിപൊളിയാണ് ബെക്കാം ഉള്ളത് പറഞ്ഞാൽ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി പാസിങ്ങിന് അടിപൊളിയാണ് ഈ ബെക്കാം കാർഡ്. വേറെ ലെവലാണ്. ഗെയിമും വൈഡ്. ഒഫൻസീവ് അവെയർനെസ് 93 നോക്കും. ലോ പാസ് 99, ലിഫ്റ്റഡ് പാസ് 99. ഇത് തന്നെ മതി. അതായത് ക്രോസ് കൊടുത്താൽ അടിപൊളിയായിട്ട് ക്രോസ് കൊടുക്കും. നല്ല ഫിനിഷിംഗ് ഉണ്ട്. അത്യാവശ്യം പ്ലേസ് കിക്കിങ് കേളും
നല്ല രീതിയിലുണ്ട്. 99 98 ആണ്. അടിപൊളിയാണ്. ക്രോസിന് പറ്റിയ ഒരു പ്ലെയർ നല്ല ബെക്കാമാണ് ഉള്ളത് പറഞ്ഞാൽ. ക്രോസ് സ്പെഷ്യലിസ്റ്റാണ്. ലോങ് റേഞ്ച് ഉണ്ട്, ഫസ്റ്റ് ടൈം ഷൂട്ടുണ്ട്, വൺ ടച്ച് പാസിംഗ് ഉണ്ട്, ത്രൂ പാസിംഗ് ഉണ്ട്, വെയ്റ്റഡ് പാസ് ഉണ്ട്. അടിപൊളിയാണ്. പാസിങ്ങിന് റൊണാൾഡീനോ അടിപൊളിയാണ്. ക്രോസ് സ്പെഷ്യലിസ്റ്റാണ്. ഈ കാർഡിൻ്റെ പ്രത്യേകത അതാണ്. അടുത്തത് ബീസ്റ്റ് എന്നറിയപ്പെടുന്ന വിയേറ വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവൽ. ഇപ്പം ബേസ് കാർഡായാലും ഐക്കോണിക് ആണെങ്കിലും വിയേറ റിപ്ലേസ് ചെയ്യാൻ തോന്നത്തില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ഡിഫെൻസീവിലാണെങ്കിലും ശരി, മിഡ് കൺട്രോൾ ചെയ്യും. വിയേറയുടെ മെയിൻ എന്ന് വെച്ചാൽ വിയേറയ്ക്ക് നല്ല ഫിസിക്കൽ കോൺടാക്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് ഉണ്ട്. പ്ലെയറുമായിട്ട് ഇടിച്ച് നിൽക്കും. നല്ല അത്യാവശ്യം അടിപൊളി സ്പീഡും ഉണ്ട്, കിക്കിംഗ് പവറുണ്ട്, സ്റ്റാമിനയുണ്ട്, അഗ്രഷനുണ്ട്. മെയിനായിട്ട് ഫിസിക്കൽ കോൺടാക്റ്റും ഡിഫൻസ് അവയർനെസ്സും നല്ല രീതിയിൽ ഒരു DMF, അടിപൊളി DMF ആണ് പാട്രിക് വിയേറ. ഡിസ്ട്രോയറാണ് വിയേറയുടെ പ്ലേയിങ് സ്റ്റൈൽ ഡിസ്ട്രോയറാണ്. അടിപൊളിയാണ്. മാൻ മാർക്കിംഗ് ആണ്. വിയേറ ബീസ്റ്റാണ്, വേറെ ഒന്നും പറയുന്നില്ല. ഡിഫൻസ് ഇരട്ടി സ്ട്രോങ് ആകത്തേയുള്ളൂ വിയേറ വന്ന. ലോങ് ത്രോവും ക്യാപ്റ്റൻസിയും ഫൈറ്റിംഗ് സ്പിരിറ്റും എല്ലാം ഉള്ള ഒരു പ്ലെയറാണ്. അടിപൊളി പ്ലെയറാണ് വിയേറ. നെക്സ്റ്റ് മാൽഡിനി CF ആണ്, സെൻറ്റർ ബാക്കാണ്. പക്ഷേ ലെഫ്റ്റ് മിഡും അടിപൊളിയായിട്ട് നിൽക്കും, അടിപൊളി കളിക്കും ലെഫ്റ്റ് ബാക്കും. മാൽഡിനിയും അടിപൊളിയാണ്. ഡിഫൻസ് അവയർനെസ് നല്ല രീതിയിലുള്ള ഒരു പ്ലെയറാണ് മാൽഡിനി. ലെഫ്റ്റ് ബാക്കും CBയും അത്യാവശ്യം നല്ലോണം തന്നെയാണ് കളിക്കുന്നത്. ബോൾ വിന്നിങ് ഉണ്ട്, അഗ്രഷൻ ഉണ്ട്, സ്റ്റാമിനയുണ്ട്, ഫിസിക്കൽ കോൺടാക്ട് 88 ആണ്. പിടിച്ച് നിൽക്കുന്നുണ്ട്. ഹീൽ ട്രിക്ക് ഉണ്ട്, വെയിറ്റ് പാസ് ഉണ്ട്, ത്രൂ പാസിംഗ് ഉണ്ട്, മാൻ മാർക്കിംഗ് ഉണ്ട്, ക്യാപ്റ്റൻസി ഉണ്ട്. ഒഫൻസീവ് ഫുൾ ബാക്ക് ആണ് പ്ലേയിങ് സ്റ്റൈല്. അടുത്തത് വേറൊരു ബീസ്റ്റാണ് ക്യാമ്പൽ. ഇംഗ്ലണ്ട് ഇതിഹാസമാണ് പുള്ളിക്കാരൻ. വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. നല്ല ഫിസിക്കൽ കോൺടാക്റ്റ് ഉള്ളൊരു പ്ലെയറാണ്. ഈ ലോങ് ബോൾ പോകുന്നവർക്ക് ക്യാമ്പൽ ഉണ്ടെങ്കിൽ പാടാണ്. കാരണം പ്ലെയറിനെ ഇടിച്ചിടിച്ച് നിൽക്കും, പ്ലെയറിനെ ഫ്രണ്ടിലോട്ട് വിടാൻ സമ്മതിക്കത്തില്ല. നല്ല സ്പീഡുണ്ട്, അത്യാവശ്യം 88 ആണ്. ജമ്പുണ്ട് 90 ആണ്. ഫിസിക്കൽ കോൺടാക്ട് 99 ആണ്. ഡിഫൻസീവ് അവയർനെസ് 93ഉം ബോൾ വിന്നിങ് 94ഉം അഗ്രഷൻ 94ഉം ആണ്. ഫിസിക്കൽ കോൺടാക്റ്റാണ് മെയിനായിട്ട് ഈ പുള്ളിക്കാരനായിട്ട് ഇടിച്ച് നിന്നാൽ പുള്ളിക്കാരനെ മറികടന്ന് പോകാൻ പാടാണ്. ഇപ്പോൾ സൂപ്പർ സബ് അത് ഞാൻ കൊടുത്തതാണ്. പുള്ളിക്കാരന് വേണമെങ്കിൽ സൂപ്പർ സബ് ഞാൻ പ്ലെയർ സ്കില്ല് കൊടുത്ത് വെച്ചതാണ്. സൂപ്പർ സബ് എല്ലാം ശരിക്കും കിട്ടുന്നത് 5 കൊണ്ട് കിട്ടും. അടുത്തത് ബെക്കംബോർ, എൻ്റെ ക്യാപ്റ്റനാണ്. അടിപൊളിയാണ്. പട്ട് തൊട്ട് ബെക്കംബോറിനെ വെച്ചാണ് കളിക്കുന്നത്. അടിപൊളി പ്ലെയർ എന്ന് വെച്ചാൽ അടിപൊളി പ്ലെയറാണ്. റൈറ്റ് ബാക്കും കളിപ്പിക്കാം. ലോ പാസും ലിഫ്റ്റഡ് പാസും ഉണ്ട്, സ്പീഡുണ്ട്, നല്ല ഡിഫൻസീവ് അവയർനെസ് ഉണ്ട്. ഫിസിക്കൽ കോൺടാക്ട് 90 ആണ്. 96 ഡിഫൻസീവ് അവയർനെസ്സും ബോൾ വിന്നിങ് 96 ആണ്. സ്റ്റാമിന 85 ഉണ്ട്. നല്ല രീതിയിൽ കളിക്കും. ലോങ് റേഞ്ച് ഷൂട്ടിങ്ങും റൈസിങ് ഷൂട്ടിങ്ങും വെയ്റ്റഡ് പാസും മാൻ മാർക്കിങ്ങും അടിപൊളിയായിട്ട് ഫൈറ്റിംഗ് സ്പിരിറ്റും ഉണ്ട്. പുള്ളിക്കാരൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ബിൽഡപ്പാണ്. ഇത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അടുത്തത് കഫു റൈറ്റ് ബാക്ക് അടിപൊളിയാണ്. ഒരാളെ പോലും അകത്തോട്ട് കയറ്റത്തില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. വേറെ ലെവലായിട്ടാണ് കളിക്കുന്നത്. കഫു നല്ല ഡിഫൻസീവ് അവയർനെസ് ഉള്ള പ്ലെയറാണ്. കഫുവിന് ബോൾ കൺട്രോൾ ഉണ്ട്, ഡ്രിബ്ലിംഗ് ഉണ്ട്, ടൈറ്റ് പൊസിഷൻ ഉണ്ട്. കഫുവിന് നല്ല സ്റ്റാമിന ഉണ്ട്. 99 ആണ് സ്റ്റാമിന. ബോൾ വിന്നിങ് 86 ആണ്. നല്ല രീതിയിൽ കഫു അടിപൊളിയായിട്ട് റൈറ്റ് ബാക്ക് നോക്കും. കഫുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരത്തില്ല, എത്ര റെയറായിട്ടേ വരൂ. കഫു അടിപൊളി. ഇപ്പോൾ ഐക്കോണിക് ആണെങ്കിൽ പോലും കഫു വേറെ ലെവലാണ്. റൈസിങ് ഷോട്ട് ഉണ്ട്, വെയ്റ്റഡ് പാസ് ഉണ്ട്, മാൻ മാർക്കിംഗ് ഉണ്ട്. ഒഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ടാണ് പ്ലേയിങ് സ്റ്റൈല് കഫുവിൻ്റെ. കഫു നല്ല രീതി ബാക്ക് നോക്കും. അടുത്തത് പീറ്റർ കേച്ചിനെ എൻ്റെ സെക്കൻഡ് മെയിൻ സ്കോഡിൽ പോലും പീറ്റർ കേച്ചാണ് ഗോളി. ഈ നമ്പറൊക്കെ വെറുതെയാണ്. 91. പീറ്റർ കേച്ച് ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ എന്ന് വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയറാണ്. ജമ്പുണ്ട്, ഫിസിക്കൽ കോൺടാക്ട് 87 ആണ്. കേച്ച് വേറെ ലെവൽ കളിക്കാരനാണ്. അവയർനെസ് 99ഉം ക്യാച്ചിങ് 98ഉം ക്ലിയറിങ് 85ഉം റിഫ്ലക്സ് 99ഉം റീച്ച് 99 ഉണ്ട്. അടിപൊളി ആയിട്ട് കളിക്കും. ഭയങ്കര പാടാണ് പീറ്റർ കേച്ചിനെ മറികടന്ന് ഗോൾ പോകാൻ. അടുത്തത്
എൻ്റെ തുറുപ്പ് ചീട്ടാണ്, രണ്ടിലൊന്ന് തുറുപ്പ് ചീട്ടാണ് ഇൻസിമീൻ്റെ മെയിൻ സ്ക്വാഡിലും ഉണ്ട്. ഒഫൻസീവ് അവയർനെസ് 99ഉം ഫിനിഷിങ് 99ഉമാണ് പ്രത്യേകത. മെയിനായിട്ട് സ്പീഡ് 87 ഉണ്ട് ഇൻസിമിയും ഗോൾ പൗച്ചറാണ്. എനിക്ക് ഗോൾ പൗച്ചർ ആണ് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് കളിക്കാൻ തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഗോൾ പൗച്ചറിനെ വെച്ച് കളിപ്പിക്കുന്നത്. ഇൻസിമി ഫസ്റ്റ് ടൈം ഷൂട്ടും സൂപ്പർ സബ്ബുമാണ്, അടിപൊളിയാണ് ഇൻസിമി. അടുത്തതായി മൊറൻഡസ് ആണ് ഗൈസ്. എൻ്റെ അടുത്ത CF ആണ്. ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. നല്ല രീതിയിൽ ഒഫൻസീവ് അവയർനെസ് ഉള്ള പ്ലെയറാണ്. ഒഫൻസീവ് അവയർനെസ് ഉണ്ട്, ഹെഡിങ് ഉണ്ട്, സ്പീഡ് കുറച്ച് കുഴപ്പമാണ്, 81 ആണ്, പക്ഷെ കുഴപ്പമില്ല. ഫിസിക്കൽ കോൺടാക്റ്റ് ഉണ്ട്, ജമ്പുണ്ട്, കിക്കിംഗ് പവർ ഉണ്ട്. നല്ല ഒരു സൂപ്പർ സബ്ബാണ്, അടിപൊളിയാണ്, നല്ല രീതിയിൽ കളിക്കും. അടുത്തത് ഡെൽ പിയോറോ ആണ്. ഡെൽ പിയോറോ ഡൽഹി ഡൈനാമോസിന് ISL വരെ കളിച്ചിട്ടുണ്ട്. യുവൻറ്റസിൻ്റെ ഇതിഹാസമാണ്, ലെജൻഡാണ്. നല്ല ടൈറ്റ് പൊസിഷനും നല്ല പാസിങ് പ്ലെയറാണ്. ബാലൻസ് ഉണ്ട്, 98 ആണ് ബാലൻസ്. മിസലിസ് ടേൺ ഉണ്ട്, ലോങ് റേഞ്ച് ഷൂട്ട് ഉണ്ട്, ലോങ് റേഞ്ച് ഡ്രൈവ് ഉണ്ട്, ഫസ്റ്റ് ടൈം പാസിംഗ് ഉണ്ട്. ഗോൾ പോച്ചറാണ് മെയിനായിട്ട്. എൻ്റെ ടോറസോം ഓവനും ഫോം അല്ലെങ്കിൽ ഞാൻ ഡെൽ പിയറോ വേണ്ടിയിട്ട് ഒരു ഓപ്ഷന് വേണ്ടി വെച്ചേക്കുകയാണ്. അടുത്തത് അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ AMFനും കളിപ്പിക്കാം, സെക്കൻഡ് സ്ട്രൈക്കായിട്ടും കളിപ്പിക്കാം. ഹോളി പ്ലെയറാണ് ക്രൈഫിന് സ്റ്റാറ്റ് വെക്കാം. ഡ്രിബിളിങ് 97 ആണ്. നല്ല രീതിയിൽ പാസിംഗ് ഉള്ള പ്ലെയറാണ്. ഫിനിഷിംഗ് ഉണ്ട്, കേൾ ഉണ്ട്, സ്പീഡുണ്ട്, ആക്സലറേഷൻ ഉണ്ട്, കിക്കിംഗ് പവർ 86 ഉണ്ട്, ബാലൻസ് ഉണ്ട് 96, സ്റ്റാമിന ഉണ്ട് അത്യാവശ്യം 86 ആണ്. ഹോളി പ്ലെയറാണ്. ഡിഫെൻസിനും ഹെൽപ്ഫുള്ളാണ്. AMF ഇട്ട ഡിഫെൻസും ബാക്കിൽ നിൽക്കും, CF ആയിട്ടും കളിക്കാൻ പോകും. ഹോളി പ്ലെയറാണ്. ലിഫ്റ്റഡ് പാസ് ഉണ്ട്, ഫണ്ടച്ച് പാസ്, ഹീൽ ട്രിക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും. അടുത്തത് പിയോളാണ്, സെൻറ്റർ ബാക്ക്. അടുത്ത ഡിസ്ട്രോയറാണ്, വിയറെ പോലെ അടിപൊളിയാണ്. നമ്മുടെ നീക്കങ്ങൾ ഡിസ്ട്രോയ് ചെയ്യാൻ ഒരു പ്ലെയറാണ്. ജമ്പുണ്ട് 99, ഫിസിക്കൽ കോൺടാക്ട് 96 ആണ്, ബോൾ വിന്നിങ് 97 ആണ്, അഗ്രഷൻ 99 ആണ്, ഡിഫെൻസീവ് അവയർനെസ് 91 ആണ്. നല്ലൊരു സെൻറ്റർ ബാക്കാണ് പിയോൾ. ഡിപ്പിംഗ് ഷോട്ട് ഉണ്ട്, വെയ്റ്റഡ് പാസ് ഉണ്ട്, ലോങ് ത്രോ ഉണ്ട്, മാൻ മാർക്കിംഗ് ഉണ്ട്. മെയിനായിട്ട് ഡിസ്ട്രോയറാണ്. അടുത്തത് ജിറാഡ്, നമ്മുടെ മിഡ് അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയറാണ്. ബെസ്റ്റ് സെൻട്രൽ മിഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഉള്ളത് പറഞ്ഞാൽ. നല്ല രീതിയിൽ മിഡ് കൺട്രോൾ ചെയ്യും, ഫോർവേഡ് അറ്റാക്കിന് ഹെൽപ്ഫുള്ളാണ്, കിക്കിംഗ് പവർ ഉണ്ട്, അടിപൊളിയായിട്ട് പാസ് കൊടുക്കും, ഐസിങ് ഷോട്ട് ഉണ്ട്, വെയ്റ്റഡ് പാസ്സാണ്, ബോക്സ് ടു ബോക്സ് ആണ്. അതായത് ഫ്രണ്ടിലും പോയി AMFനും കളിക്കും, ബാക്ക് ഡിഫെൻസിനും വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. അടുത്തത് റോബർട്ടോ കാർലോസും ISL കളിച്ചിട്ടുണ്ട്. റിയൽ മാഡ്രിഡിൻ്റെ ഇതിഹാസമാണ്, ബ്രസീലിയൻ ഇതിഹാസം. ലെഫ്റ്റ് ബാക്കാണ് കാർലോസ് നല്ല രീതിയിൽ കേളും നല്ല സ്പീഡി പ്ലെയറുമാണ്, അടിപൊളിയായിട്ട് കേൾ ചെയ്യും. ബോൾ കൺട്രോൾ ഉണ്ട്, ടൈറ്റ് പൊസിഷനാണ്, 90 ഉണ്ട്, സ്പീഡ് 95, കേള് 98 ആണ്, കിക്കിംഗ് പവർ ഉണ്ട് 99 ആണ്, ആക്സലേഷൻ 91 ഉണ്ട്, സ്റ്റാമിന 92 ആണ്, ബാലൻസ് ഉണ്ട്, ഡിഫൻസ് അവയർനെസ് കുറച്ച് കുറവാണ്, 74 ആണ്. പക്ഷേ അടിപൊളിയായിട്ട് അടിപൊളിയാണ് കേളിങ്ങിന്. ഈ ബെക്കാം പോലെ നല്ല രീതിയിൽ ക്രോസും പാസും കൊടുക്കും, ലോ പാസും ലോങ് ത്രോയും ഉണ്ട്. ഒഫൻസീവ് ഫുൾ ബാക്കാണ് സ്റ്റാറ്റ്, ലെഫ്റ്റ് ബാക്കാണ് പൊസിഷൻ. അപ്പം ഇതാണ് എൻ്റെ ഐക്കോണിക് ലെജൻഡ് ബേസ് കാർഡ്. ഇതാണ് എൻ്റെ മെയിൻ ടീം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഹാവ് എ നൈസ് ഡേ.